ഇനി എന്ത് സംഭവിച്ചാലും ശരി, നിന്റെ കല്യാണം ഒരിക്കലും പ്രീതിയോട്ട് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. യു അണ്ടർസ്റ്റാൻഡ്? യു ബെറ്റർ അണ്ടർസ്റ്റാൻഡ്. മാറങ്ങോട്ട്. എടുത്തോളൂ മഹേഷ് സാർ, സന്തോഷ വാർത്തയാണല്ലോ. കൊണ്ടുവാ, ഞാൻ ഇതിനല്ലേ കാത്തിരുന്നത്. ഇത് വളരെ നന്നായിട്ടുണ്ട്. മഹേഷ് സാർ, നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മൊത്തത്തിൽ എടുത്തോളൂ. എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങൾ ഇത് എന്തായി കാണിക്കുന്നേ? സ്വന്തം ഡയബറ്റിക്കിനെ കുറിച്ച് ഓർക്ക്. ഓ, ഒന്ന് നിൽക്ക്. നല്ല സന്തോഷ വാർത്തയല്ലേ കേട്ടത്? പ്രീതയുടെയും പൃഥ്വിയുടെയും എൻഗേജ്മെന്റ് നടക്കാൻ പോകൂലേ? അത് 2 ദിവസത്തിനുള്ളില്. ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോ എന്തിനാ ഡയബറ്റീസിനെ കുറിച്ച് ഓർക്കുന്നേ? നീ എന്റെ ഡ്രസ്സിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഷോപ്പിംഗ് ഒക്കെ ഞാൻ ചെയ്തോളാം, അതേപറ്റി ഓർത്ത് വിഷമിക്കണ്ട. വേണമെങ്കിൽ മൊത്തം വാർഡ്രോബ് തന്നെ ഞാൻ ചേഞ്ച് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാകുമല്ലോ. കവിത, ഇതാ അല്പം മധുരം കഴിക്കൂ. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ഞാൻ കഴിച്ചോളാം. പിന്നെ സരള, നിനക്ക് വിഷമമാവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇവിടെ എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പ്ലീസ് മടിക്കാതെ ഞങ്ങളോട് പറയണം. ഞങ്ങളത് ചെയ്തു തരും. ഇല്ല, അങ്ങനെയൊന്നുമില്ല മഹേഷ് സാർ, എല്ലാം തയ്യാറായിരിക്കുക. താങ്ക്സ്. അങ്ങനെയൊന്നുമില്ല സർല, ഇദ്ദേഹം പറഞ്ഞതിന് നീ വിചാരിക്കുന്നത് പോലെയുള്ള അർത്ഥമൊന്നുമില്ല. അത് ഇദ്ദേഹം അങ്ങനെ പറഞ്ഞ എന്താണെന്നോ നിനക്കറിയില്ലേ, ഞങ്ങൾ എല്ലാവരും പ്രീതയെ എത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇനി കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും അഡ്വാൻസ് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് അത് മടിക്കാതെ തന്നെ ഞങ്ങളോട് പറയണം. ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സ്വന്തക്കാരോട് ആവശ്യപ്പെടാതെ വേറെ ആരോട് ആവശ്യപ്പെടുക? അതിൻ്റെ ഒന്നും ആവശ്യമില്ല രാധികേ. സത്യം, നിങ്ങൾ എത്രമാത്രം സുന്ദരിയാണോ അതിനേക്കാൾ സുന്ദരമാണ് നിങ്ങളുടെ മനസ്സ്. എനിക്കറിയാം നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള കരുതൽ. പ്രീതിയും സൃഷ്ടിയെയും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ മറ്റാരെങ്കിലാണ് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ എനിക്കത് വല്ലാതെ നാണക്കേട് തോന്നിയെന്നെ. പക്ഷെ നീയല്ലേ ചോദിച്ചത്. എനിക്കൊട്ടും വിഷമമില്ല. കാരണം എനിക്കറിയാം നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. പക്ഷെ ഇനി എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ ആദ്യം ഓടി വരുന്നത് ഈ വീട്ടിലേക്കായിരിക്കും. കാരണം ഈ വീട് ഒരിക്കലും എനിക്ക് അന്യമല്ല. ഞാനിത് എന്റെ സ്വന്തം വീടായിട്ടാ കാണുന്നത്. നിങ്ങളൊക്കെ എന്റെ സ്വന്തക്കാരും. നിങ്ങൾ തരുന്ന സ്നേഹമൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്റെ സ്വന്തം ആളുകളായിട്ടാ തോന്നാറ്. അങ്ങനെ ആയിരിക്കണം എന്നും. ആദ്യമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ വരുമ്പോ അതെല്ലാം മാനേജ് ചെയ്യാനായിട്ട് അഭി ഉണ്ടായിരുന്നു എന്റെ മുന്നിൽ. മരുമകനായല്ല, മകനായിട്ട്. പക്ഷെ ഇപ്പൊ എങ്ങനെയാന്നറിയില്ല, കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധം വല്ലാതെ അങ്ങ് ദൃഢപ്പെട്ടു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആദ്യം നിങ്ങളോട് തന്നെയായിരിക്കും ചോദിക്കുക. പിന്നെ സത്യം പറഞ്ഞ പ്രീതിയെ കുറിച്ച് ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത പറയാൻ ഞാൻ ആദ്യം ഇവിടേക്ക് തന്നെയാ വന്നത്. നിങ്ങൾക്ക് വലിയ സ്നേഹമല്ലേ പ്രീതയെ? അതുകൊണ്ട് നിങ്ങൾക്കാണ് ആദ്യം അറിയാനുള്ള അവകാശം. ഇനി അവളുടെ ജീവിതത്തിൽ എന്ത് സന്തോഷ വാർത്ത ഉണ്ടായാലും ആദ്യം അറിയേണ്ടതും നിങ്ങൾ തന്നെയാണ്. അഭിയോടും പ്രിയോടും പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് പറയാൻ പോവാണ്. ഇല്ലെങ്കിൽ അവർ രണ്ടുപേരും സത്യമായിട്ട് എന്നെ കൊന്നുകളയും. നീ ഞങ്ങൾക്കൊരു വലിയ അംഗീകാരമാണ് തന്നത്. ഞങ്ങൾ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. അല്ലേ രാധികെ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. സരള, നീ ഇരിക്കേ, ഞാൻ പോയി വേഗം ഒരു കോഫി എടുത്തോണ്ട് വരാം. ഇവിടെ ഇരിക്കൂ പ്ലീസ്. ഇന്ന് അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അല്ല, വൃത്തിയിട്ടവൻ ആരാണെന്ന് അവന്റെ വിചാരം? അവൻ പറയുന്ന എന്താ ഞാൻ കേട്ട് നിൽക്കണോ അല്ലേ? പ്രീതിയെ കുറിച്ച് എന്ത് തോന്നിയാസം പറഞ്ഞാലും ഞാൻ മിണ്ടാതെ കണ്ണു അടച്ച് നിൽക്കണോ അല്ലേ? ഈ കിരണം പേരെ ശരിക്കും അറിയില്ല അവന്. എന്റെ മുന്നിലെങ്ങനെ വന്ന എന്താണ് നിനക്ക്? എടാ, എന്താ ഇത്? നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ എന്ന് വെച്ചാ നീയല്ലേ അവനെ കൂട്ടി അകത്തേക്ക് പോയത്? എന്നിട്ട് നീ ഇവിടെ തനിയെ പുറത്തേക്കാണല്ലോ, അതും ഇത്ര ദേഷ്യത്തില്. എന്തു പറ്റി? എന്തിനാ ഇത്ര അപ്സെറ്റ് ആവുന്നു? എന്താ കാര്യം? പോട്ടെ, വിട്ടേ കേട്ടാ. വെറുതെ ടൈം വേസ്റ്റ്, അല്ലാതെ ഒരു കാര്യമില്ല. കിരൺ, ഏത് കാര്യം വിടാനാ പറയുന്നേ? നീ ഇതിനെ ഇത്രയ്ക്ക് ദേഷ്യം പിടിക്കുന്നേ? അത് വിട്ടേക്കാനാണെങ്കിൽ പിന്നെ നീ എന്താ അത് വിടാത്തെ? നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ. നീ എന്തോ ഒരു കാര്യം കൊണ്ട് അപ്സെറ്റ് ആണല്ലോ, അതെന്താന്ന് പറ. അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട്? ഒന്നുമില്ല. പുന്നാര മുൻ പൃഥ്വിയില്ലേ ഏട്ടാ, അവൻ പ്രീതിക്ക് ഒട്ടും ചേരില്ലാന്നേ. ഒരു വൃത്തികെട്ടവനവൻ. എടാ, ഇത് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമല്ലേ കിരൺ? അതെ ഏട്ടാ, നമുക്കറിയാം. പക്ഷെ നിനക്ക് അറിയില്ല അവൻ ഇന്ന് പ്രീതിയെ പറ്റി എന്തൊക്കെ തോന്നിയാ പറഞ്ഞെന്ന്. അവൻ എന്താ പറഞ്ഞേ? വിവരക്കേട് പറയായിരുന്നു ഏട്ടാ. അവൻ പറയാ എനിക്ക് പ്രീതിയുടെ അവന്റെ കല്യാണത്തിൽ സന്തോഷമില്ലാന്ന്. എടാ, അത് ഉറപ്പല്ലേ? ഇക്കാര്യത്തിൽ നമ്മൾ രണ്ടുപേരും ഹാപ്പി അല്ല. അവൻ എന്തായാലും ഇക്കാര്യം അറിയാമെങ്കിൽ അവനത് നിന്നോട് പറഞ്ഞെങ്കിൽ എങ്കിലും നീ അല്ല ഏട്ടാ, എനിക്കത് മറക്കാൻ കഴിയില്ല.
എന്നോട് പറയാൻ ഞാൻ പ്രീതി എന്റെ ഗേൾഫ്രണ്ട് ഒക്കെ നോക്കുകയാണെന്ന്. അവനെയും പ്രീതിയുടെ ബന്ധം ഉറപ്പിച്ച അവനും പ്രീതിയായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ എനിക്കൊരു നല്ല പെൺകുട്ടി നഷ്ടമാവുമെന്ന്. അവന്റെ വിചാരം എന്താ? തലയ്ക്ക് വെളിവില്ലെന്ന് കരുതി എന്ത് വിളിച്ചു പറയാനോ? അവനെന്ന് വച്ചാ ഒരു വൃത്തികെട്ട മനുഷ്യനാണ്. അവന്റെ തലയ്ക്കകത്ത് എന്താ കളിമണ്ണ്? എക്സാക്ട്ലി ഇത് തന്നെ ഏട്ടാ ഞാനും പറയുന്നേ. അവന്റെ തലയിൽ കളിമണ്ണ് നിറച്ചിരിക്കുകയാണെന്ന്. അവൻ ഒരു വിവരവും ഇല്ല. വൃത്തികെട്ട അലവലാതി അവൻ. നീ തന്നെ പറയേട്ടാ, പ്രീതിയോട്ട് അവന്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്. കിരൺ, നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. നമുക്ക് ചെയ്യാൻ കഴിയും. ഞാൻ അവന്റെ കല്യാണം ഒരിക്കലും പ്രീതിയോട്ട് നടക്കാൻ സമ്മതിക്കില്ലേട്ടാ. ഈ ബന്ധം മുടക്കി അടങ്ങും ഞാൻ. നീ കണ്ടോ, ഈ കാര്യം ഞാനിന്ന് അവനോട് പറഞ്ഞതുമാണ്. അതെ ഏട്ടാ, ഞാൻ പറഞ്ഞുവന്നേ, ഈ കല്യാണം ഞാൻ മുടക്കുവന്ന്. നീ പൃഥ്വിയോട് കാര്യം അതെ ഏട്ടാ, നീ ഇനി ഒന്നും പറയാൻ നിൽക്കല്ലേ പ്ലീസ്. ഇനി ഇങ്ങനെ പറയരുത്. അതായത് സരളാന്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്. ഇനി നീ പറയുന്നൊന്നും കേൾക്കാൻ വയ്യേട്ടാ എനിക്ക്. ഇനഫ്. എടാ, നീ ഞാൻ പറയുന്നൊന്നും കേൾക്കണ്ട. എടാ, എന്റെ വാക്ക് നീ ഒന്ന് കേക്ക്. നീ ഇപ്പൊ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ നീ ഇത് തനിയെ ചെയ്യണമായിരുന്നു. സൈലന്റ് ആയിട്ട് ചെയ്യണമായിരുന്നു. അവനെ പോയി ഓപ്പൺ ആയിട്ട് ചലഞ്ച് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഇപ്പൊ എന്തായാലും നീ ഇപ്പൊ ചെയ്തത് വളരെ തെറ്റാണ്. ഇനി ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കും? ഇതേക്കുറിച്ച് നീ പറയുന്ന ഒരു തർക്കവും കേൾക്കാൻ താല്പര്യമില്ല, മനസ്സിലായോ? പിന്നെ നീ ഇതും പറയരുത്. ഞാൻ പോയി അവനോട് മാപ്പ് പറയാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. കിരൺ, നീ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം തെറ്റാണ്. നീ ആദ്യം അതൊന്ന് മനസ്സിലാക്ക്. ഇതൊരു നിസ്സാര കാര്യമല്ല. നിനക്കിതെല്ലാം തെറ്റാണെന്ന് തോന്നുന്നു. കാരണം നീ ഒരു മഹാമനസ്കനല്ലേ. ഞാൻ ഒരിക്കലും നിന്നെ പോലെ മതി മതി. നിന്റെ ദേഷ്യം തീർന്നോ? നീ പറഞ്ഞില്ലേ, ഇപ്പൊ നീ പറഞ്ഞത് പറഞ്ഞു. അത് വിട്ടേക്ക്. വരുന്ന നമുക്ക് നോക്കാം. ഓക്കെ? ദേഷ്യമൊക്കെ കളഞ്ഞ് സമാധാനമായിട്ടിരിക്കുക. വാ. കിരണും പൃഥ്വിയും തമ്മിൽ ഇത്രയും വലിയ വഴക്കുണ്ടായിരിക്കുന്നു. ഐ എം ഷുവർ പൃഥ്വി വളരെ ദേഷ്യത്തിലായിരിക്കും. ഞാൻ അവനെ പോയി സമാധാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. മൈ പോർ ബേബി. ഒരു കാര്യം ചെയ്യാം, വേഗം ചെന്ന് ഒരു പുന്നാര ഉമ്മ കൊടുത്തേക്കാം. സ്നേഹത്തോടെ പറഞ്ഞവനെ മനസ്സിലാക്കാം. ഇപ്പൊ എന്റെ പുന്നുവിന് എന്നെ ആവശ്യമുണ്ട്. ഇവരെല്ലാവരും ഇതെവിടെ പോയി? പൃഥ്വി ഇതുവരെ വന്നില്ല, രോഹിത് സാറും വന്നിട്ടില്ല, ഷെർലിനെയും കാണുന്നില്ല. ഇവിടെ ഇരുന്നിട്ട് ഒരുമാതിരി തോന്നുന്നു. ഞാനൊന്ന് പോയി എവിടെയാന്ന് നോക്കിട്ട് വരാം. മാം, ഇത് ഇവിടെ ആർക്കാണ് സെർവ് ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം ചെയ്യ്, അത് ഇവിടെ വെക്ക്. അവര് വരുമ്പോ ഇത് നോക്കിക്കോളും. ഇവിടെ വെച്ചേക്ക്. താങ്ക് യു. ഫീലിംഗ് ബെറ്റർ? യാ. ഇപ്പൊ നിന്റെ ദേഷ്യമൊക്കെ മാറിയോ? ഗുഡ്. വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എല്ലാവരും വെയിറ്റ് ചെയ്യില്ലേ? ഞാൻ പോയ മന്ദബുദ്ധി വിളിച്ചോണ്ട് വരാം. ആ മന്ദബുദ്ധിയെ നീ വിളിച്ചോണ്ട് വരാന്നോ? ഇനി എന്റെ കൂടെ വന്നേ. അല്ല ഏട്ടാ, നീ ചെല്ല്. പിന്നെ നിനക്കറിയാലോ അവിടെ കൈപ്പുള്ള പാവയ്ക്കുണ്ടാവുമെന്ന്. പ്രീത എന്നെ കണ്ട ഇപ്പൊ തുടങ്ങും, കിരൺ നീ അങ്ങനെയാ ഇങ്ങനെയാ മറ്റതാ മറിച്ചതാ, മാനേഴ്സ് ഇല്ല, കുന്തുവാ ചക്രം എന്ന് പറഞ്ഞു. ഇത്രയും നേരം ഞാൻ സഹിക്കായിരുന്നില്ലേ. അവനെ ഞാൻ വിളിച്ചോണ്ട് വരാം. നീ ചെല്ലേ. ശരി, എന്നാ നീ പോയി വിളിച്ചിട്ട് വാ. ഞാൻ ഷെളിന്റെയും പ്രീതനെ കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ? ലിസൺ, സമാധാനമായിട്ട്. യാ. എവിടെയാ മൈ റോക്കി ഹാൻസം? ഐ എം മിസ്സിംഗ് യു മനിഷ്ക. സോറി ബേബ്, ഐ എം ബിസി റൈറ്റ് നൗ. സ്പീക്ക് ടു യു ലേറ്റർ. ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക് ബേബി. ഇത് പൃഥ്വിയുടെ ശബ്ദമാണല്ലോ. ഇവൻ ഏതോ പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കല്ലേ? ആരോടായിരിക്കും ഇവൻ സംസാരിക്കുന്നേ? ഓഫ് കോഴ്സ് അറിയാം ബേബി. യു നോ വാട്ട്, നീ എൻ്റെ ലൈഫിൽ നിന്ന് പോയത് പിന്നെ എനിക്ക് ഒത്തിരി ലോൺലി ആയി ഫീൽ ചെയ്യുന്നു. നീ എൻ്റെ ലൈഫിൽ നിന്ന് പോയത് മുതൽ എൻ്റെ ലൈഫ് ശരിക്കും ഇൻകംപ്ലീറ്റ് ആയ പോലെ. പക്ഷെ ഇവിടെ എനിക്ക് ഒരു തെറ്റുമില്ല. തെറ്റ് നിന്റേതാണ്. കാരണം നീയാണ് എന്നെ വിട്ടുപോയത്. അതുകൊണ്ട് ഞാൻ നിന്നോട് മിണ്ടത്തില്ല. വെരി ബാഡ്. പൃഥ്വിയുടെ ഗേൾഫ്രണ്ടോ? നിങ്ങള് എങ്ങോട്ട് പോയതായിരുന്നു? അത് ഞാൻ ആക്ച്വലി പുറത്തൊരാളെ നോക്കാൻ വേണ്ടി പോയതായിരുന്നേ. താനിതുവരെ ഒന്നും കഴിച്ചില്ലേ? ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? തനിക്കെങ്ങനെ എന്താ? വേണ്ട, ഞാൻ എങ്ങനെ കഴിക്കാനാ? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കുണ്ടായിരുന്നല്ലോ. ബട്ട് ഷെർലിൻ, അയാളിത് എങ്ങോട്ടാ പോയത്? അത് കുറച്ചു നേരമായി എന്തോ കോൾ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് പോയതാ. അത് കഴിഞ്ഞ് ഇതുവരെ തിരികെ വന്നില്ല. പിന്നെ പൃഥ്വിയും അത് ഡ്രസ് ക്ലീൻ ചെയ്യാൻ പോയിട്ട് അദ്ദേഹം ഇതുവരെ തിരികെ വന്നില്ല. ഐ ആം എക്സ്ട്രീംലി സോറി. ഞാനും തന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ പാടില്ലായിരുന്നു. ദാറ്റ്സ് ഓക്കേ. കിരണിനെ പോയി നോക്കേണ്ടത് അത്യാവശ്യമായിരുന്നല്ലോ. താൻ എല്ലാവരെയും കുറിച്ച് പറഞ്ഞല്ലോ, പക്ഷെ എന്താ കിരണിനെ പറ്റി പറയായിരുന്നേ?
കിരണിനെ പറ്റി എന്ത് പറയാനാ? അവൻ എന്ന മനുഷ്യനെ എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അതായത് എന്താ പറയുന്നേന്നോ, എന്താ ചെയ്യുന്നേന്നോ, എന്താ ആഗ്രഹിക്കുന്നേന്നോ, ഇറ്റ്സ് ബിയോണ്ട് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഒട്ടുമില്ല. നിങ്ങൾ തന്നെ കണ്ടതല്ലേ എന്തൊക്കെയാ അവൻ എന്നോട് പറഞ്ഞതെന്ന്. നിന്റെ എൻഗേജ്മെന്റ് ഇതുവരെ കഴിഞ്ഞില്ലേ? എന്താ ലേറ്റ് ആയി പോയെ? ഞാൻ നിങ്ങളോട് പറയട്ടെ, വേഗം നടന്നാലും ലേറ്റ് ആയി നടന്നാലും ഒന്നും അതൊരു പ്രശ്നമേ അല്ല. ശരിക്കും അവന് എന്റെ എൻഗേജ്മെന്റ് ഒരിക്കലും നടക്കരുതെന്നാ. That's true. സത്യം പറഞ്ഞ ഈ കല്യാണം നടക്കരുതെന്ന് അവന്റെ ആഗ്രഹം. എന്താ പ്രീത, വളരെ സിമ്പിളായ കാര്യമാണിത്. അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ്. പൃഥ്വിയെക്കുറിച്ച് അവന് ഡൗട്ട്സ് ഉണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ചിലപ്പോഴൊക്കെ അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തോന്നും അവന് ഇതൊന്നും ഒരു കാര്യമേ അല്ലെന്ന്. പക്ഷെ അതവൻ നമുക്ക് മുമ്പിൽ അതൊക്കെ കാണിക്കുന്നതാണ്. മനസ്സുകൊണ്ട് അവൻ വളരെ നല്ലവനാണ്, വളരെ സോഫ്റ്റ് ഹാർട്ടാണ്, വളരെ വലിയ മനസ്സാണ് അവൻ്റേത്. ആ ബുദ്ധൂസ്, തനിക്കറിയോ ഫ്രണ്ട്സിന് വേണ്ടി അവൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന്? തനിക്കൊരു പക്ഷെ ഓർമ്മ കാണില്ല. പൃഥ്വി അന്നൊരിക്കൽ പറഞ്ഞില്ലേ കരണിന് ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടോയെന്ന്? സത്യം അവൻ പറഞ്ഞത്. അവൻ ഒരു ഗേൾ ഫ്രണ്ടും ഇല്ല. ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. ആരെയും സീരിയസ് ആയിട്ട് എടുക്കത്തേയില്ല. ലൈഫിൽ ഇന്ന് വരെ അവൻ ആരെയെങ്കിലും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും സത്യമായ മനസ്സോടുകൂടി സുഹൃത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ് പ്രീത. തന്നെ അവൻ ബഹുമാനിക്കുന്നുണ്ട്, താൻ നന്നായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അവൻ ഓരോന്ന് പറയുന്നതെന്ന് താൻ കാര്യമാക്കണ്ട. എന്നെ തന്നെ അന്ന് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? തന്നെ അവൻ എന്തോ വിളിക്കുമല്ലോ, അത് തന്നെ. ആൻഡ് ഹി കോൾസ് യു ഡംബു ആൻഡ് മെന്റൽ ഓൾസോ. ആക്ച്വലി സത്യം എന്താന്ന് വെച്ചാ അവന്റെ മനസ്സിൽ തനിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഇതെല്ലാം നിങ്ങളോട് കിരണാണോ പറഞ്ഞത്? അവൻ എൻ്റെ അനിയനല്ലേ. അനിയൻ അവന്റെ ചേട്ടനോട് ഇതൊക്കെ പറയേണ്ടി വരികയാണെങ്കിൽ പിന്നെ ഞാൻ അവന്റെ എന്ത് കാര്യം മനസ്സിലാക്കാനാണ്? എനിക്കറിയാം അവനെ. ഹീസ് ലൈക്ക് മൈ ചൈൽഡ്. ഐ ലവ് ഹിം. നിങ്ങൾ എന്നോട് ഇപ്പൊ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. പറയാതെ തന്നെ എനിക്കറിയാം കിരണിന്റെ മനസ്സ് വളരെ നല്ലതാണെന്ന്. വളരെ ഇന്നസെന്റ് ആണവൻ. ആക്ച്വലി എന്നോട് നല്ലോണം വഴക്കുണ്ടാക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ദേഷ്യം വരുമെന്നോ. പക്ഷേ അവന്റെ മനസ്സ് വളരെ നല്ലതാണ്. അവൻ നല്ലൊരു മനുഷ്യനാണ്. ഹീസ് എ വെരി നൈസ് മാൻ. അപ്പോ തനിക്ക് എന്റെ ഉള്ളിൽ നല്ലതൊന്നും കാണാൻ കഴിയുന്നില്ലേ? അങ്ങനെ ഇവൻ കയ്യോടെ പിടിക്കപ്പെടാൻ പോവാ. പക്ഷെ ഈ പെണ്ണാരാ? അവളുടെ മുഖം കാണുന്നില്ലല്ലോ. നിനക്കറിയോ, നീ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെ ഭംഗിയായിട്ട് സുന്ദരിയായിട്ടുണ്ട്. പിന്നെ നിന്റെ ഈ കണ്ണുകൾ അതുപോലെ തന്നെ ഇരിക്കുന്നു, സ്പാർക്ലിംഗ് ഐസ്. ആൻഡ് നിന്റെ ബെസ്റ്റ് ഫീച്ചർ നിന്റെ ഈ ക്യൂട്ട് സ്മൈലാണ്. ഓർമ്മയില്ല നിനക്ക്? നിന്റെ ഈ ക്യൂട്ട് സ്മൈലിനോട് എനിക്ക് കോളേജിൽ പഠിക്കുമ്പോഴേ പ്രണയമായിരുന്നു. ഓർമ്മയുണ്ടോ? ആ എല്ലാ സ്മൈലും നിനക്ക് വേണ്ടിയായിരുന്നു പൃഥ്വി. പിന്നെ എനിക്ക് സന്തോഷം തോന്നുന്നത് നീ ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നു എന്ന്. ഇതിന്റെയൊക്കെ പുറകെയായിരുന്നു നീ കോളേജിൽ വെച്ച്. എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നെ. പിന്നെ നിന്റെ ഈ താടി ഉണ്ടല്ലോ, നിനക്ക് നന്നായി സൂട്ട് ചെയ്യുന്നുണ്ട്. നിന്നെ കണ്ട എങ്ങനെ തോന്നുന്നു അറിയാമോ? നിന്നെ കാണുമ്പോ നല്ല മരയോന്തിനെ പോലെ ഉണ്ട്. അല്ല പിന്നെ കാണുമ്പോ ഒരു ഫിലിം സ്റ്റാറിനെ പോലെയുണ്ട്. ഈ പെണ്ണ് ലൈഫിൽ ഇതുവരെ ഹാൻസം ആമ്പിളരെ കണ്ടിട്ടില്ലെന്ന് തോന്നേ. ഐ മീൻ എന്നെ പോലുള്ള ആമ്പിളാര് എങ്ങനെ നോക്കിയാലും എന്നെ ഫിലിം സ്റ്റാർ ആയേ തോന്നും. ആ കാണാൻ ഇനി സമയമുണ്ടല്ലോ മോനെ. നീ എന്റെ നമ്പർ ചോദിക്കുന്നില്ലേ? ഓർമ്മയുണ്ടോ നിനക്ക്? നമ്മുടെ റൊമാൻറ്റിക് സംസാരം രാവിലെ ആയാലും അവസാനിക്കില്ലായിരുന്നു അല്ലേ? ഓർമ്മയുണ്ട്. ശരിയെന്നാ, നിന്റെ ഫോണിങ്ങിതാ. ഇനി നിനക്ക് ഒരു കാരണം ഉണ്ടാവില്ലല്ലോ നമ്പർ തെറ്റായ നമ്പറാണ് ഡയൽ ചെയ്തതെന്നൊക്കെ, റൈറ്റ്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവൻ ഇന്ന് ഇളക്കം കുറച്ച് കൂടുതലാണല്ലോ. പെൺകുട്ടി കൊള്ളാമല്ലേ? അതിന്റെ സന്തോഷമായിരിക്കും. പക്ഷെ ഇവൻ ഇങ്ങനെ അല്ലല്ലോ. ഈ പെണ്ണിന്റെ മുന്നിൽ എങ്ങനെ ഇതുപോലെ ആക്ട് ചെയ്യുന്നേ? പിന്നെ ഈ പെണ്ണും ഇവനോട് എത്ര നന്നായിട്ടാ ബിഹേവ് ചെയ്യുന്നേ? ഐ മീൻ ഈ പെണ്ണ് ആരായിരിക്കും? ഇനി നോർമൽ ഫ്രണ്ട്സ് ആയിരിക്കോ?
എന്തായിരിക്കും ഇവർ തമ്മിലുള്ള കണക്ഷൻ? അത് ആക്ച്വലി ഞാനിവിടെ കുറച്ച് ആൾക്കാരുടെ കൂടെ വന്നത്, കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ. സോ അവരെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്കിപ്പോ പോണം. ബട്ട് ഐ വിൽ catch you very soon. Promise. ഓക്കെ. Yeah, I will call you. Bye. I really miss you, Prithvi, and I am really sorry. Me too. I will see you soon. Okay? Take care. Okay. ചക്കിക്കൊത്ത ചങ്കരൻ. ഈ പെണ്ണാണെങ്കിൽ അവനിന്ന് കണ്ണെടുക്കുന്ന പോലുമില്ല. ഐ മീൻ, ഞാൻ കരുതിയത് പ്രണയമായിരിക്കുന്ന, പക്ഷെ ശരിക്കും പ്രണയം അല്ല അല്ലേ? ഇവനും ഇവളും തമ്മിൽ എന്തായിരിക്കും ബന്ധം? സരളാറയ്ക്കൽ പോവാണോ? എന്ത് കാര്യത്തിനാണോ ഇവിടെ വന്നത്? അതൊക്കെ സാധിച്ചു കഴിഞ്ഞോ? സമ്മതിച്ചേ പറ്റൂ. ഞാൻ വിചാരിച്ചതുപോലെ ബുദ്ധിമതിയാണ് നീ. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ പണം കണ്ടെത്താനുള്ള വിദ്യ, അത് വളരെ നന്നായി അറിയാം നിനക്കല്ലേ? നിങ്ങൾ ഇതെന്താ പറയുന്ന കവിത? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് നേരെ ചൊവ്വേ പറയാമോ? ഓ, പാവമായിട്ട് അഭിനയിക്കുകയാണല്ലേ? നോ പ്രോബ്ലം, ഞാൻ വളച്ചൊടിക്കാതെ പറയാം. കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയും തരാം. നീ എൻഗേജ്മെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടല്ലോ, ആദ്യം നിന്റെ മരുമകന്റെ കയ്യിൽ കൊടുക്കണമായിരുന്നു, അവന്റെ വീട്ടുകാർക്ക് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇല്ല, നീ മനഃപൂർവ്വം ആദ്യം തന്നെ നമ്പ്യാർ ഹൗസിലേക്ക് വന്നു, ഞങ്ങളെ ക്ഷണിക്കാനായി ഏറ്റവും ആദ്യം. കാരണം നിനക്ക് നന്നായി അറിയാമല്ലോ എന്റെ ചേട്ടനും ഏടത്തിയും പാവങ്ങളാണെന്ന്.